على آله وصحابه الذين جاهدوا لإزالة الكفر والطغيان نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب اللهم اجعل خطبتي خطبة مؤثرة في قلبي وقلوب السامعين فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أم حسبتم أن تدخلوا الجنة ولما يأتكم مثل الذين خلوا من قبلكم إلى آخر الآية. وقال نبينا وحبيبنا محمد صلى الله عليه وسلم ليتمن هذا الأمر ما بلغ الليل والنهار ولا يترك الله بيت مدر ولا وبر إلا أدخله الله هذا الدين إلى آخر الحديث أو كما قال عليه الصلاة والسلام. അല്ലാഹു സുബ്ഹാനഹു വ തആല പുണ്യമായ പരിപാവനമായ മുബാറക്കായ ഈ മസ്ജിദിൽ പെരുന്നാളിന്റെ സുദിനത്തിൽ ഒരുമിച്ച് കൂടിയതുപോലെ അവന്റെ അനുഗ്രഹങ്ങൾ സദാ പെയ്തിറങ്ങുന്ന സുഖാനുഗ്രഹങ്ങളുടെ പ്രതീസയായ സ്വർഗീയ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ നമ്മൾ നിന്നും മൺമറഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ, കൂട്ടുകുടുംബ ബന്ധുമിത്രാദികൾ അല്ലാഹു അവരുടെ മണ്ണറയെ അല്ലാഹു മണിയറയാക്കി കൊടുക്കുമാറാവട്ടെ. ജീവിച്ചിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും സാമ്പത്തികമായ, മാനസികമായ, ശാരീരികമായ, ആത്മീയമായ എല്ലാ ഖൈറുകളും പടച്ചതമ്പുരാൻ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ മാനിയിൽ ജുമാ മസ്ജിദിൽ ഇന്നിവിടെ ഈദ് പ്രഭാഷണവും പെരുന്നാൾ നമസ്കാരങ്ങളും അനുബന്ധ കർമ്മങ്ങളും എല്ലാം നടക്കുന്നുണ്ട്. നാഥനായ റബ്ബ് സുബ്ഹാനഹു വ തആല ഇതെല്ലാം അവന്റെ അടുക്കൽ നല്ലൊരു സുഹൃതമാക്കി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, ഇത് നമ്മുടെ പെരുന്നാളിന്റെ ദിവസമാണ്. ഇത് നമ്മുടെ പെരുന്നാളിന്റെ സുദിനമാണ്. മാനത്ത് പെരുന്നാളിന്റെ പൊന്നമ്പളി ഇതാ പുഞ്ചിരി തൂക്കിക്കൊണ്ട് പ്രകാശിച്ച് നിൽക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം മണ്ണിലുള്ള മനുഷ്യന്മാർ ഒരു മാസക്കാലം വിശുദ്ധമായ റമദാനിലൂടെ ഹൃദയങ്ങളെ ശുദ്ധീകരിച്ചെടുത്ത് ആത്മീയമായ സായുജ്യം കരസ്ഥമാക്കി ഹൃദയങ്ങൾക്ക് വല്ലാത്ത സന്തോഷവും ആനന്ദവും ഒരു പ്രത്യേകമായ ആത്മീയ ലഹരിയും കൈവരിച്ചിരിക്കുന്ന സുന്ദരമായ മുഹൂർത്തത്തിലാണ് നാം നിലകൊള്ളുന്നത്. അതുപോലെ തന്നെ ഈ വിശുദ്ധമായ മാസത്തിൽ ഒരു മാസക്കാലം വിണ്ണിലുള്ള മാലാഖമാരും മണ്ണിൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യന്മാരും തമ്മിൽ ആത്മീയമായ ഒരു ബന്ധം, ഒരു സുഹൃത്ത് ബന്ധം സ്ഥാപിച്ച പുണ്യമായ നല്ല ദിനരാത്രങ്ങളായിരുന്നു നമ്മൾ നിന്ന് കഴിഞ്ഞുപോയി. സ്നേഹം കൊണ്ടും
അതുപോലെ നമ്മുടെ പെരുമാറ്റങ്ങൾ കൊണ്ടും ഇഫ്താറുകൾ കൊണ്ടും ഒരുപാട് സുഹൃതങ്ങൾ കൊണ്ടും ദാനധർമ്മങ്ങൾ കൊണ്ടും ചെയ്യുവാൻ കഴിയുന്നത്ര ഇബാദത്തുകൾ കൊണ്ടും നമുക്ക് വല്ലാത്ത സന്തോഷവും ആനന്ദവും നൽകിയിരുന്ന ആത്മീയമായ ഒരു പ്രത്യേക സന്തോഷം നമുക്ക് ലഭിച്ചിരുന്ന സുന്ദരമായ മുഹൂർത്തമായിരുന്നു നമ്മൾ നിന്നും വിട പറഞ്ഞ് യാത്രയായിരിക്കുന്നത്. പ്രിയമുള്ളവരെ, മുഅ്മിനീങ്ങളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ മാ ദഖല അലൽ മുസ്ലിമീന ശഹ്റുൻ ഖൈറും മിൻ റമളാൻ. പ്രിയമുള്ളവരെ, നമ്മളാകുന്ന മുഅ്മിനീങ്ങൾക്ക്, മുസ്ലിമീങ്ങൾക്ക് വിശുദ്ധമായ റമളാൻ പോലെ, പുണ്യങ്ങളുടെ പൂക്കാലമായ റമളാൻ പോലെ സന്തോഷം തരുന്ന, ആത്മീയമായ സായുജ്യം ലഭിക്കുന്ന, ആത്മീയമായ മാനസികമായ ആരോഗ്യം നമുക്ക് കൈവരുന്ന മറ്റൊരു മാസം നമുക്ക് ലഭിക്കാനില്ല. അതുകൊണ്ട് വിശുദ്ധമായ റമളാനിനെ, അതിഥിയെ, വിശുദ്ധമായ റമളാൻ എന്ന് പറയുന്ന അതിഥിയെ ആനന്ദ ബാഷ്പത്തോടെ വിതുമ്പുന്ന ഹൃദയത്തോടുകൂടി മുഅ്മിനീങ്ങളാകുന്ന നമ്മളെല്ലാവരും യാത്രയേക്കാൻ ഒരുങ്ങിയിരിക്കുന്ന ആനന്ദമായ സുന്ദരമായ ഒരു വേളയാണ്. പ്രിയമുള്ളവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞ ഒരു മാസക്കാലം നമ്മൾ ചെയ്തു പോയ പാപത്തിന്റെ ഒരു കൊടുമുടി അള്ളാഹുവിന്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞ്, പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ അള്ളാഹുവിന്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞ്, അള്ളാഹുവേ, എന്റെ പാപങ്ങളും എന്റെ അപരാധങ്ങളും ഞാൻ ചെയ്തു പോയ തിന്മകളുമെല്ലാം എനിക്ക് മാപ്പാക്കി തരണേ എന്ന് പടച്ച തമ്പുരാന്റെ മുമ്പിൽ ദുആ ചെയ്യുകയും, ആ ദുആ കേൾക്കാൻ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ ഈ ലോകത്തിന്റെ അധിപനായ റബ്ബുൽ ഇസ്സത്ത് നമ്മളെ പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്ന സുന്ദരമായ മുഹൂർത്തമായിരുന്നു. അതുപോലെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏതൊരു ഖാലിഖായ മാലിക്കായ പടച്ച തമ്പുരാന്റെ മുമ്പിലാണോ വിതുമ്പുന്ന ഹൃദയത്തോടെ, വിഷമിക്കുന്ന ഹൃദയത്തോടെ, സങ്കടപ്പെടുന്ന ഹൃദയത്തോടുകൂടി ആ പടച്ച തമ്പുരാന്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞത്, ആ അള്ളാഹുവിന്റെ, ആ പടച്ച തമ്പുരാന്റെ സാമീപ്യത്തോടെ തന്നെയാണ് പെരുന്നാളിന്റെ സുദിനത്തിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ഒത്തുകൂടിയിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, കുല്ലു ബനി ആദമ ഖതാഊൻ വഖൈറുൽ ഖതാഈന തവ്വാബൂൻ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിന്റെ പല മേഖലകളിൽ, ജീവിതത്തിന്റെ പല സന്ദർഭങ്ങളിൽ, പല സാഹചര്യങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ വീഴ്ചകളും തെറ്റുകളും കുറ്റങ്ങളും ഹറാമുകളും സംഭവിച്ചു പോയിരിക്കാം. എന്നാൽ വിശുദ്ധമായ റമളാൻ മാസം നമ്മളോട് പറഞ്ഞതെന്തായിരുന്നു? നിങ്ങൾ ചെയ്തു പോയ തെറ്റിന്റെ പേരിൽ, ഹറാമുകളുടെ പേരിൽ, കുറ്റങ്ങളുടെ പേരിൽ വിഷമിക്കേണ്ടതില്ല, സങ്കടപ്പെടേണ്ടതില്ല, ആകുലപ്പെടേണ്ടതില്ല. ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല 10 ദിവസക്കാലം എന്ന വണ്ണം 240 മണിക്കൂർ നിങ്ങളുടെ പാപങ്ങളെ സ്വീകരിക്കാൻ ഈ ലോകത്തിന്റെ അധിപനായ പടച്ച തമ്പുരാൻ കാത്തിരുന്ന സുന്ദരമായ നിമിഷങ്ങൾ. പ്രിയമുള്ളവരെ, അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ തെറ്റ് ചെയ്തു എന്നതിനല്ല, ഒരു മനുഷ്യൻ തെറ്റ് ചെയ്യുകയും ഹറാമുകൾ ചെയ്യുകയും തിന്മകൾ ചെയ്യുകയും എന്നിട്ട് ആ മനുഷ്യൻ ആ തിന്മയിൽ നിന്നും മാറി നിൽക്കാനുള്ള സുന്ദരമായ നല്ല മനസ്സിന്റെ ഉടമകളാണോ എന്നാണ് പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ ഖാലിഖായ പടച്ച തമ്പുരാൻ നോക്കുന്നത്. അതുകൊണ്ടാണ് വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു പറഞ്ഞത്, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ ഖാലിഖായ പടച്ച തമ്പുരാൻ നമ്മളോട് പറയുകയാണ്, നിങ്ങൾ ചെയ്തു പോയ തിന്മകളുടെ പേരിൽ, തെറ്റുകളുടെ പേരിൽ, നിങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ വീഴ്ചകളുടെ പേരിൽ നിങ്ങൾ വിഷമിക്കേണ്ടതില്ല, നിങ്ങൾ സങ്കടപ്പെടേണ്ടതില്ല, നിങ്ങളുടെ മനസ്സിനെ മോശമായ അവസ്ഥയിലേക്ക് കൊണ്ടുപോകേണ്ടതില്ല. ഈ ലോകത്തിന്റെ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല കരുണക്കടലാണ്, അവൻ റഹീമാണ്, അവൻ ഗഫൂറാണ്. വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം
അള്ളാഹു നിങ്ങളെ ക്ഷണിച്ചുകൊണ്ടിരുന്നത് അവന്റെ സമാധാനത്തിന്റെ തൃപ്തിയുടെ ഭവനമായ സ്വർഗത്തിന്റെ വഴികളിലേക്കാണ്. അതുകൊണ്ട് അള്ളാഹു ഇതിലൂടെ പറയുന്നത് എന്താണ്? ഹബീബായ നബി തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ്? എല്ലാ മനുഷ്യന്മാരും തെറ്റുകാരാണ്. ആദം സന്തതികളെല്ലാം തെറ്റുകൾ ചെയ്യുന്നവരാണ്. തെറ്റുകൾ ചെയ്യുന്നതിലല്ല അല്ലാഹു പറയുന്നത്, തെറ്റുകൾ വീണുപോയിട്ട് നമ്മളൊരു സ്ഥലത്ത് വീണുപോയിട്ട് എഴുന്നേൽക്കാൻ നമുക്ക് മനസ്സ് വെക്കാതെ അതിൽ കിടന്ന് ജീവിക്കുന്ന ആളുകൾക്കാണ് നാശമുള്ളത്. തെറ്റുകളും തിന്മകളും സംഭവിച്ചു പോയിട്ട് ആ തിന്മകളിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കാൻ, അള്ളാഹുവിലേക്ക് മടങ്ങാൻ ഋജുവായ ഇഖ്ലാസിന്റെ മനസ്സോടുകൂടി ഏതൊരു മുമ്പിൽ കടന്നു വരുന്നോ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിക്കാനും ആ അടിമയുടെ പശ്ചാത്താപം കാണാനും പ്രപഞ്ചത്തിന്റെ സിദ്ധാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഈ പെരുന്നാളിന്റെ സന്ദേശം എന്നവണ്ണം ഞാൻ നിങ്ങളോട് പറയുകയാണ്, നമ്മുടെ ജീവിതത്തിലും എന്റെ ജീവിതത്തിലുമെല്ലാം ഒരുപാട് തിന്മകൾ സംഭവിച്ചു പോയിരിക്കാം. അതെല്ലാം അള്ളാഹുവിന്റെ മുമ്പിൽ ഏറ്റു പറഞ്ഞു കഴിഞ്ഞാൽ, അള്ളാഹുവിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു നമുക്ക് മാപ്പാക്കി തരും. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനു വേണ്ടിയായിരുന്നു നമ്മളെ കാത്തിരുന്നത്. റമദാൻ അതായിരുന്നില്ലേ? പ്രിയമുള്ളവരെ, നിങ്ങൾ വിഷമിക്കേണ്ടതിന്റെയോ സങ്കടപ്പെടേണ്ടതിന്റെയോ ആവശ്യമില്ല. 10 ദിവസക്കാലം അള്ളാഹുവിന്റെ കരുണ ഇങ്ങനെ അടിമകളുടെ മേലിൽ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന പുണ്യമായ സമയങ്ങളായിരുന്നു. നിങ്ങൾ എത്രത്തോളം പാപങ്ങൾ ചെയ്താലും മിസ്ല സബദിൽ ബഹരി, കടലിന്റെ തിരമാലകൾ നുരച്ചു പൊന്തുന്ന തിരമാലകൾക്ക് സമാനമായ പാപങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തതെങ്കിലും എന്റെ അടിമകൾ വിഷമിക്കേണ്ടതില്ല, എന്റെ അടിമകൾ സങ്കടപ്പെടേണ്ടതില്ല. അവരെന്റെ ഇബാദുകളാണ്. നിങ്ങൾ ഒരിക്കലും വിഷമത്തിന്റെ സങ്കടത്തിന്റെ ഒരവസ്ഥയിലേക്ക് പോകണ്ട എന്ന് അള്ളാഹു നമ്മളെ ഉണർത്തുകയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. പ്രിയമുള്ള സഹോദരങ്ങളെ, വിശുദ്ധമായ റമദാനിലൂടെ നാം ഉണ്ടാക്കിയെടുത്ത നല്ല ചൈതന്യം അത് നമ്മുടെ ജീവിതത്തിന്റെ മരണത്തിന്റെ അവസാനം വരെ നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തുമ്പോഴാണ് നാം യഥാർത്ഥ ഒരു അടിമയായി തീരുക. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ദഖൽതുൽ ജന്ന ഫസമിഅതു ഫീഹാ ഖിറാഅതൻ. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൂടെ മിഅ്റാജിന്റെ രാത്രിയിൽ ഇങ്ങനെ പോകുമ്പോൾ ഇതാ സ്വർഗ്ഗത്തിൽ നിന്നും വിശുദ്ധമായ ഖുർആനിന്റെ പാരായണം കേൾക്കുകയാണ്. ആ സമയത്ത് ഹബീബായ തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ചോദിക്കുന്നു, യാ ജിബ്രീൽ, എനിക്ക് മുമ്പേ സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകുന്ന ആളുകളുണ്ടോ ജിബ്രീൽ എന്ന് ചോദിക്കുമ്പോൾ ആ സമയത്ത് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുകയാണ്, മൻ ഹാദാ? ആ സ്വർഗ്ഗത്തിൽ നമ്മൾ കടന്നു പോകുന്ന സന്ദർഭത്തിൽ വിശുദ്ധമായ ഖുർആനിന്റെ തിലാവത്ത് കേട്ടല്ലോ ജിബ്രീലേ, മൻ ഹാദാ? ആ മനുഷ്യനാരെന്ന് ചോദിക്കുമ്പോൾ ഹബീബായ നബി തങ്ങളോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ. ആ ഖിറാഅത്ത് കേട്ട മനുഷ്യനാരെന്നറിയുമോ നബിയെ? അത് ഹാരിസത്ത് ഇബ്നു നുഅ്മാനിന്റെ വിശുദ്ധമായ ഖുർആനിന്റെ പാരായണമാണ്. അതിന്റെ കാരണം എന്താണ് ജിബ്രീലേ എന്ന് ചോദിക്കുമ്പോൾ അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, കദാനികൽ ബിർറു, കദാനികൽ ബിർറു വകാന ബർരിന്നാസി ബിഉമ്മിഹി. ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം, പ്രിയമുള്ളവരെ, ആ മനുഷ്യൻ ഏറ്റവും നല്ല നന്മ ചെയ്ത മനുഷ്യനായിരുന്നു. ആര്? ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ. പ്രിയപ്പെട്ട ഉമ്മയെ അത്രയധികം സ്നേഹിച്ച ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ റളിയല്ലാഹു തആല അൻഹു ഭൂമിയിൽ ജീവിച്ചിരിക്കെ തന്നെ സ്വർഗ്ഗത്തിലേക്ക് ദഖൽതുൽ ജന്ന, സ്വർഗ്ഗ പ്രവേശനം കിട്ടി. പ്രിയമുള്ളവരെ, നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ വേദനിപ്പിക്കരുത്, നമ്മുടെ ബന്ധങ്ങളെ നമ്മൾ മുറിച്ചു കളയരുത്. അതുകൊണ്ട് ഈ പെരുന്നാളിന്റെ സന്ദേശമെണ്ണം ഞാൻ നിങ്ങളോട് പറയുകയാണ്, നമ്മുടെ മാതാപിതാക്കളുടെ തൃപ്തിയില്ലാതെ നമുക്ക് ഈ ദുനിയാവിലും നാളെ ആഖിറത്തിലും നമുക്ക് രക്ഷപ്പെടാൻ കഴിയുകയില്ല. റിളല്ലാഹി ഫീ റിളൽ വാലിദൈൻ, സുഖ്തുല്ലാഹി ഫീ സുഖ്തിൽ വാലിദൈൻ. അതുകൊണ്ട് മാതാപിതാക്കളുടെ തൃപ്തി. പ്രിയമുള്ളവരെ, പുണ്യമായ പെരുന്നാളിന്റെ ദിവസമാണ്. നമ്മുടെ ഉമ്മ ജീവിച്ചിരിപ്പില്ലെങ്കിൽ, നമ്മുടെ വാപ്പ ജീവിച്ചിരിപ്പില്ലെങ്കിൽ മൈതാനിയിൽ ചെന്നിട്ട് ആ പൊന്നുമ്മയുടെ ഖബറിന്റെ ചാരത്ത് പോയി ആ മൈലാഞ്ചി ചെടിയിലൊന്ന് പിടിച്ചിട്ട്, ഉമ്മ എനിക്ക് മാപ്പാക്കി തരണേ,
ജീവിതത്തിൽ ആയുസ്സിൽ എൻ്റെ അടുക്കൽ നിങ്ങൾ ഉണ്ടായിട്ട്, ഉപ്പ നിങ്ങൾ ഉണ്ടായിട്ട് എനിക്ക് വേണ്ടവണ്ണം ഖിദ്മത്ത് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഉമ്മ എന്ന് പറഞ്ഞിട്ട് ആ ഉമ്മാന്റെ ഖബറിന്റെ ചാരത്ത് പോയി എന്ന് ആ പൊന്നുപ്പയോടും പൊന്നുമ്മയോടും ഒന്ന് സലാം പറയും. മക്കളെ, പ്രിയമുള്ളവരെ, നിങ്ങളാണ് മരിച്ചതെങ്കിൽ, നിങ്ങളായിരുന്നു ഖബറിൽ കിടന്നതെങ്കിൽ ആ ഉപ്പയ്ക്ക് നടക്കാൻ കഴിയുമായിരുന്നില്ലെങ്കിലും, ആ ഉമ്മയ്ക്ക് നടക്കാൻ കഴിയുമായിരുന്നില്ലെങ്കിലും നിങ്ങളുടെ മീസാനിന്റെ ചാരത്ത് വന്നിട്ട് ആ പൊന്നുപ്പ കരഞ്ഞു ദുആ ചെയ്യുമായിരുന്നു. അല്ലാഹുവേ, കിടക്കുന്നതിന്റെ പൊന്നുമാനാണ്, അല്ലാഹുവേ കിടക്കുന്നതിന്റെ പൊന്നുമ്മയാണ്, എന്നെ വളർത്തിയവരാണ് അല്ലാഹ്. അതുകൊണ്ട് ജീവിതത്തിൽ നിന്നും നഷ്ടപ്പെട്ടു പോയ മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി സദഖകൾ കൊടുക്കിൻ, അവർക്ക് വേണ്ടി ഹദിയകൾ കൊടുക്കിൻ. അല്ലാഹു നമ്മുടെ ഹദിയകളും നമ്മുടെ സദഖകളും എല്ലാം സ്വീകരിക്കുമാറാവട്ടെ. അതുകൊണ്ട് പറയുകയാണ്, മാതാപിതാക്കളെ തലക്കടിച്ചു കൊല്ലുന്ന ലഹരിമൂത്ത് ഈ കാലഘട്ടത്തിന്റെ യുവതകളോട് എനിക്ക് പറയാനുള്ളത്, മാതാപിതാക്കളോട് കയർത്ത് സംസാരിക്കുന്ന, മാതാപിതാക്കൾ എന്തെങ്കിലും പറഞ്ഞാൽ വീട്ടിൽ ബഹളമുണ്ടാക്കുന്ന യുവാക്കളോടും യുവതികളോടും എനിക്ക് പറയാനുള്ളത്, ദുനിയാവിലും ആഖിറത്തിലും നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയില്ല. ഇത് ഖുർആനിന്റെ പ്രഖ്യാപനമാണ്. ഇത് അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അതുകൊണ്ട് ഞാൻ കൂടുതലായി നിങ്ങളോട് നസീഹത്ത് ചെയ്യുന്നില്ല. എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ, ദുനിയാവിൽ നിങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ വീട്ടിലിരിക്കുന്ന ഉമ്മയുടെ കാലിന്റെ ചുവട്ടിലാണ് സ്വർഗം. അല്ലാതെ പള്ളിയിൽ വന്നിട്ട് ഇബാദത്തുകളും ദാനധർമ്മങ്ങളും സുഹൃതങ്ങളും ചെയ്തിട്ട് നിങ്ങളുടെ ഉപ്പയ്ക്ക് ഖിദ്മത്ത് ചെയ്തില്ല എങ്കിൽ, നിങ്ങളുടെ ഉമ്മയ്ക്ക് ഖിദ്മത്ത് ചെയ്തില്ല എങ്കിൽ, പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് സ്വർഗം ലഭിക്കില്ല എന്ന് ഇത് അല്ലാഹുവിന്റെ പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ചതാണ്. അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്, നിങ്ങളുടെ ഉമ്മയുടെ, നിങ്ങളുടെ വാപ്പയുടെ കാലിന്റെ ചുവട്ടിലാണ് സ്വർഗമെന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി പഠിപ്പിച്ചത്. എന്തുകൊണ്ടാണ് തലയുടെ മുകളിലെന്ന് പറഞ്ഞില്ല, തോളത്തെന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല? പ്രിയമുള്ളവരെ, ഉമ്മയുടെ കാലിന്റെ അടിയിൽ സ്വർഗം തപ്പണമെങ്കിൽ ഒന്ന് ആയാസപ്പെടേണ്ടതുണ്ട്, ഒന്ന് പരിശ്രമിക്കേണ്ടതുണ്ട്, ഒന്ന് കുനിയേണ്ടതുണ്ട്. ആ ഉമ്മയുടെ മുമ്പിൽ, ആ മാതാവിന്റെ മുമ്പിൽ, ആ പിതാവിന്റെ മുമ്പിൽ ഞാനൊന്നുമല്ല. നിങ്ങളൊന്നുമല്ലാതിരുന്നൊരു കാലമുണ്ടായിരുന്നല്ലോ. നിങ്ങളുടെ പേര് പോലും ഈ ഭൂമിയിൽ ഉച്ചരിക്കപ്പെടാത്തൊരു കാലത്ത് നിങ്ങളുടെ വയറ്റിലേക്ക്, ആ ഉമ്മയുടെ വയറ്റിലേക്ക് നിങ്ങൾ വന്നപ്പോ നിങ്ങളെ സ്നേഹിച്ച നിങ്ങളുടെ ഉമ്മയോട് നിങ്ങളൊന്ന് നെടുവീർത്തിട്ടപ്പോൾ ആ ഉമ്മ എത്രത്തോളം പ്രയാസപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് പെരുന്നാൾ കഴിഞ്ഞ് നിങ്ങളെല്ലാവരും മുസഹഫ ചൊല്ലി പോകുമ്പോൾ ആ ഉമ്മയെ മറന്നു പോകരുത്, ആ ഉപ്പയെ മറന്നു പോകരുത്. അവിടെ കിടക്കുന്ന നിങ്ങളുടെ കൂട്ടുകാരെയും സഹോദരങ്ങളെയും വേണ്ടപ്പെട്ടവരെയും മറന്നു പോകരുത്. അല്ലാഹു നമ്മളെ എല്ലാവരെയും സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹു നമ്മളെ എല്ലാവരെയും കബൂലാക്കുമാറാവട്ടെ. അതുപോലെ ലോകത്ത് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മുസ്ലിം ജനതയെ ഈ സമയത്ത് നമ്മൾ ഓർക്കുകയും അവർക്ക് വേണ്ടി ദുആ ചെയ്യുകയും, പ്രിയമുള്ളവരെ, ജീവിതത്തിൽ അനുഭവിക്കുന്ന കഷ്ടതകളും പ്രയാസങ്ങളും കണ്ടിട്ട് നിങ്ങളാരും വിഷമിക്കേണ്ടതിന്റെയോ സങ്കടപ്പെടേണ്ടതിന്റെയോ ആവശ്യമില്ല. ഇത് അല്ലാഹു പറഞ്ഞ കാര്യമാണ്. ആര് ഹബീബായ തങ്ങളുടെ സത്യപ്രസ്താവനയുടെ മാർഗത്തിലേക്ക് കടന്നു പോകുന്നു, ജീവിതത്തിൽ പ്രയാസങ്ങൾ നേരിടുന്നുണ്ടോ, ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ടോ, അത് ഹബീബായ നബിതങ്ങളുടെ വറാസത്താണ്. മക്കയിൽ നബിതങ്ങൾ അനുഭവിച്ച കഷ്ടതകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമായിരുന്നു ബദർ പോലെയുള്ള വലിയ വിജയത്തിന് കാരണമായത്. മദീന എന്ന് പറയുന്ന ഇസ്ലാമിക് റിപ്പബ്ലിക് ഈ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ കീഴിലേക്ക് കടന്നു വന്നത് വലിയ പ്രയാസത്തിന് ശേഷം അല്ലാഹു കൊടുത്ത വിജയമാണ്. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ, അല്ലാഹു നമ്മളെ കബൂലാക്കുമാറാവട്ടെ. അതുകൊണ്ട് ഈ പെരുന്നാളിന്റെ സന്ദേശം എന്ന വണ്ണം, പ്രിയമുള്ളവരെ, നമ്മൾ റമദാനിലൂടെ ആർജിച്ചെടുത്ത എല്ലാ ഗുണങ്ങളും നമ്മുടെ ജീവിതത്തിന്റെ അവസാനം വരെ ഉണ്ടാവണം. നമ്മുടെ മാതാപിതാക്കളെ ചേർത്ത് നിർത്തണം. തെറ്റുകളില്ലാത്ത ജീവിതം, സാധിക്കുന്നിടത്തോളം നന്മയുമായിട്ടുള്ള ബന്ധം അല്ലാഹു നമ്മളെ എല്ലാവരെയും